ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ഫാമിലി കാറ്റഗിസം അവരിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയിരുന്നു ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥം ഈശോയുടെ ജനന തിരുനാളിൻ്റെ, പിറവി തിരുനാളിൻ്റെ ആഘോഷമാണ് അതെന്നുള്ളതാണ്. നമ്മൾ ഏതെല്ലാം ആഘോഷങ്ങളിൽ ഒഴുകിയാലും എപ്പോഴും ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ക്രിസ്മസ് കാലത്ത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് സാന്റാക്ലോസ്. നമ്മുടെ കടകളിലും അതുപോലെ കരോളിൻ്റെ നേതൃത്വത്തിലും എല്ലാം സാന്റാക്ലോസ് അപ്പൂപ്പന്മാർ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം. നമ്മൾ പാശ്ചാത്യ ലോകത്തേക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് ഈശോയുടെ ജനന തിരുനാൾ എന്നതിനേക്കാൾ ക്രിസ്മസ് പലപ്പോഴും സാന്റാക്ലോസിൻ്റെ വരവായിട്ട് ആഘോഷിക്കപ്പെടുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ഈ സാന്റാക്ലോസ് എന്ന കഥാപാത്രത്തിൻ്റെ പിറകിൽ പോലും ഒരു ക്രൈസ്തവ സഭാപിതാവുണ്ട് എന്നുള്ളത് നമ്മളെ തീർത്തും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഡിസംബർ 6-ാം തീയതി തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ നിക്കോളാസ് ആണത്. വിശുദ്ധ നിക്കോളാസിൻ്റെ ജീവിതവും അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളിൽ നിന്നുമൊക്കെയാണ് സാന്റാക്ലോസ് എന്നുള്ള ആ ഒരു കഥാപാത്രം ചരിത്രത്തിലേക്ക് പിറവിയെടുക്കുന്നത്. വിശുദ്ധ നിക്കോളാസ് 3-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സഭാപിതാവായിരുന്നു. അദ്ദേഹം തുർക്കിയിലെ, ഇന്നത്തെ തുർക്കിയിലെ, അന്നത്തെ ഏഷ്യ മൈനറിലെ മൈറ എന്ന പട്ടണത്തിൻ്റെ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചാരിറ്റി, ഉപവി പ്രവർത്തനങ്ങളിൽ അറിയപ്പെട്ടിരുന്നൊരു മനുഷ്യനായിരുന്നു. തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്ന അജഗണങ്ങളിൽ ഒത്തിരിയേറെ കഷ്ടത അനുഭവിച്ചിരുന്ന ഒത്തിരിയേറെ മനുഷ്യരെ അദ്ദേഹം രഹസ്യത്തിൽ സഹായിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ അനന്യനാക്കി നിർത്തിയത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു രീതിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കഥകൾ പ്രചാരത്തിലുണ്ട്. അവയിൽ നിന്നെല്ലാമാണ് ക്രിസ്മസ് കാലത്ത് സമ്മാനങ്ങളുമായി വരുന്ന സാന്റാക്ലോസ് പിറവിയെടുക്കുന്നത്. ഡച്ചിലെ സിൻഡർ ക്ലോസ് എന്നുള്ള വാക്കിൽ നിന്നാണ് സാന്റാക്ലോസ് എന്ന വാക്കുണ്ടാകുന്നത് തന്നെ. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മൾ ഓരോ ചെറിയ ആഘോഷങ്ങൾ നടത്തുമ്പോഴും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ കാണുന്ന ഓരോ കഥാപാത്രങ്ങൾ, സെക്കുലർ ലോകത്ത് കാണുന്ന കഥാപാത്രങ്ങളാവട്ടെ, അതുപോലെ ആഘോഷങ്ങളാകട്ടെ, പലതിൻ്റെയും പുറകിൽ നമ്മുടെ ക്രൈസ്തവമായിട്ട് വിശുദ്ധ ജീവിതം നയിച്ചിരുന്നവരുടെ പ്രേരണ അല്ലെങ്കിൽ അവരാരംഭം കുറിച്ചു എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം. നമ്മൾ ഏതെല്ലാം ആഘോഷങ്ങളിലും ഒഴുകിയാലും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതവും ഒക്കെ കൂടുതൽ വിശുദ്ധവും ക്രിസ്തീയവുമാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ആഘോഷങ്ങളായിരിക്കട്ടെ എപ്പോഴും നമുക്കുണ്ടായിരിക്കുന്നത്. ഈശോ അനുഗ്രഹിക്കട്ടെ.